സുഹൃത്തെ, ലൈഫിൽ സ്റ്റക്കാകുന്ന ആളുകൾക്ക് എന്താണ് പറ്റുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് അവരുടെ പ്രശ്നം, അവരെന്തുകൊണ്ട് അങ്ങനെ സ്റ്റക്കായി പോകുന്നു എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു എനർജറ്റിക് സ്പാർക്കാണ്. അവർ എന്തുകൊണ്ട് അവരുടെ ഒരു ദിവസത്തെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയാതെ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു കഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിട്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ ബ്രെയിൻ ഇങ്ങനെ നമ്മളെ തടയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ ലൈഫിൽ റിയലായിട്ട് സംഭവിച്ചൊരു കഥയാണ്. ഞാനൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്ന സമയത്ത് സംഭവിച്ചൊരു കഥ. ഒരു കിച്ചൺ ഐറ്റംസിൻ്റെ കുക്കർ ഫാക്ടറിയുടെ ഒരു മുതലാളി ഉണ്ടായിരുന്നു. ഇയാൾ ഓൾറെഡി സെറ്റിൽഡാണ്, ലൈഫിൽ വേണ്ടതൊക്കെ നേടിയതാണ്. അയാളുടെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ തീമൊക്കെ ഒന്നാക്കി, നിങ്ങളുടെ മെറ്റീരിയൽസൊക്കെ ഒന്നാക്കി, നാളെ രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട്, നാളെ നീ ഇത് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചെന്നോട്. എന്നോട് അതുവരെ ആരും ഈ രീതിയിൽ പറഞ്ഞില്ലായിരുന്നു. കാരണം നമ്മൾ പറയുന്ന ഒരു ടൈമിന് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു സ്റ്റൈലായിരുന്നു. അപ്പോഴാണ് ഞാനിത് ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ മുന്നിൽ ഇന്ന് ഉറങ്ങുന്നത് വരെ ഒരുപാട് സമയമല്ലേ, വെറും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മളിവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്താൽ കഴിയുന്ന കാര്യമല്ലേ ഇതുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മളിത് നാളേക്ക് വെക്കുന്നത്? ഇന്ന് ഉറങ്ങി കഴിയുമ്പോഴേക്ക് പല പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നോട് ഇതൊക്കെ മറന്നു പോയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാളെ വരെ അത് ആലോചിച്ച് കൂട്ടേണ്ട ഒരു സ്ട്രെസ്സ് കാര്യമാണ്. ഇപ്പോൾ തീർക്കാവുന്നൊരു കേസേ ഉള്ളൂ അത്. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ശരിക്കും സ്റ്റക്കായി. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളിങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. ഇതുപോലെയാണ് സുഹൃത്തെ, നിങ്ങളുടെ ഐഡിയകളിലേക്ക് നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നമ്മളത് നാളേക്ക് മാറ്റുമ്പോഴേക്ക് ഇന്നത്തെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു എനർജി, ആ ഒരു കത്തിക്കേറൽ അവിടെ തീരും. ശരിക്കും നിങ്ങളുടെ ബ്രെയിൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ബ്രെയിൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കണം. അതിന് നിങ്ങളെ പുതിയ ടാസ്കിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്. അത് നിങ്ങളെ കൊണ്ട് എന്ത് ചിന്ത വരുമ്പോൾ ഒറ്റ തോന്നിപ്പിക്കല, നാളേക്ക് മതി. പക്ഷേ ഈ എനർജി പോക്കാനുള്ള അതിൻ്റെ ഒരു അടവാണ് അത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലെ കാര്യമാണ്. ഇതിലേക്ക് ഞാനൊരു സൈക്കോളജിക്കൽ കാര്യം കൂടി ആഡ് ചെയ്യാണ്. ഒരു വ്യക്തിക്ക് 25, 30 അതോ അതിൽ കൂടുതലോ ഏജ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇയാളുടെ ബ്രെയിനിൽ സിനിമ പോലെ സേവ് ചെയ്ത് വെച്ച ഓർമ്മകളുള്ള ഒരു ലൈഫുണ്ട്. അത് നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ കൂടെ ഓടിച്ചാടി നടന്ന ഒരു ടീനേജ് പ്രായമായിരിക്കും. ചിലപ്പോൾ ഒരു 10, +1, +2 ടൈമിലൊക്കെ നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയൊരു ടൈമുണ്ട്. ഈ ടൈമിലുള്ള ഓർമ്മകൾ വളരെ പവർഫുള്ളായിട്ട് അവിടെ സേവ് ആയിട്ടുണ്ട്. ഇന്ന് അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഓർമ്മകൾ നിങ്ങൾ സംഭവിക്കുന്നില്ല. ഈ ടീനേജ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ളൊരു ടൈമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മെമ്മറി എപ്പോഴും അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ മെമ്മറിയിലേക്ക് നിങ്ങളൊരു പുതിയ തോട്ട് കൊണ്ടുവരിക. എനിക്കൊരു ബിസിനസ് തുടങ്ങണം, എനിക്കൊരു ഹോട്ടൽ തുടങ്ങണം, എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ജ്യൂസ് ഷോപ്പെങ്കിലും തുടങ്ങണം എന്നുള്ള ഒരു തോട്ട് വരികയാണെന്ന് വിചാരിക്കാം. ഈ ബ്രെയിൻ നേരെ നിങ്ങളുടെ ഇന്നത്തെ ഏജോ എക്സ്പീരിയൻസോ നിങ്ങളുടെ ഇന്നത്തെ ലുക്കോ ഒന്നും ശ്രദ്ധിക്കാതെ നേരെ നിങ്ങളുടെ ആ പഴയ ടീനേജിലുള്ള നിങ്ങളുമായിട്ട് പെട്ടെന്നൊരു കമ്പാരിസൺ അവിടെ ഇടും. അന്നത്തെ നിങ്ങളെന്ന് പറഞ്ഞാൽ ചിരിച്ച് കളിച്ച് നടക്കുന്ന, ആരൊക്കെയോ റെസ്പെക്റ്റ് ചെയ്യുന്ന, രക്ഷിതാക്കളുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇന്ന് വിചാരിക്കുന്നത്, ഞാൻ ആരൊക്കെയോ റെസ്പെക്റ്റ് ചെയ്താലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റൂ എന്നുള്ള ഒരു തോട്ടാണ്. ശരിക്കും അത് സത്യമാണോ? അല്ല. ഇന്ന് നിങ്ങൾ ആ കുട്ടിയല്ല, അതിനേക്കാൾ 10 വയസ്സ് കൂടിയ ഒരാളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സ് അതിനനുസരിച്ച് വളർന്നിട്ടില്ല. സത്യമല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രോക്രാസ്റ്റിനേഷൻ്റെ മറ്റൊരു റീസണാണ് മാനസികമായിട്ട് നിങ്ങളിപ്പോഴും എത്രയോ വർഷം ബാക്കിലാണ് എന്ന് പറയുന്ന കാര്യം. ഈ വീഡിയോ സീരീസ് കാണുന്നതോടുകൂടി നിങ്ങളെ തന്നെ അനലൈസ് ചെയ്ത് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കേണ്ട ഒരു ആവശ്യമില്ലേ എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യും. അതാണ് എനിക്കിവിടെ വേണ്ടത്. ഈ ഒരു അവയർനെസ്സിലേക്ക് എത്തുന്നതോടുകൂടി നിങ്ങളിലേക്ക് മാറ്റങ്ങളുടെ തുടക്കമാണ്.